അപ്പോൾ അതൊരു കാര്യം. പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പണ്ട് ഞാനൊരു അന്തം കമ്മി ആയിരുന്നല്ലോ, പാവപ്പെട്ടവർ എല്ലാവരും ഒരുപോലെയാണല്ലോ എന്ന് ആണ് ചിന്തിച്ചിരുന്നതെന്ന് പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ ഒരു വാദം നമ്മൾ ആ ഒരു സമയത്ത് കോളേജിൽ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് പിന്നെ അല്ലല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ന് നിങ്ങൾ അന്തംകമ്മി അല്ല എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസത്തിൽ അങ്ങനെ ഒരു വാദം ഉണ്ടോ, ഈ എല്ലാവരും ഒന്നാണ് എന്നൊരു വാദം? ഇല്ല, അങ്ങനെ ഇല്ല. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മാറിയത്. അതെ. അപ്പൊ അല്ല, ഞാനത് എടുത്ത് ചോദിക്കാൻ കാരണം വെച്ചാൽ ഈ കമ്മ്യൂണിസം വിട്ട ആളുകളായാലും അല്ലാത്ത ആളുകളായാലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു സാധനമാണ് ഇത്. പറയുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാർ എന്തോ വാദമാണെന്നുള്ള രീതിയിലാണ് ഇത് വരിക. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതെ തെറ്റാണ്. അത് പിന്നീട് മനസ്സിലാക്കി. കാരണം അന്ന് ഇത് ഞങ്ങളെ മനസ്സിലാക്കി തന്നെ വെച്ചാൽ സഖാവെന്ന് വിളിക്കുമ്പോൾ ഈ സഖാവെന്ന് വിളിക്കുന്നത് ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ആ ഒരു തോട്ട് പ്രോസസ് വരുമ്പോഴത്തേക്ക് എല്ലാവരും തുല്യരാണ്, ഒരു സുഹൃത്തെന്നുള്ള രീതിയിൽ വിളിക്കുന്ന ഒരു ചിന്താഗതിയായിരുന്നു അന്നുണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ പഠിച്ചു കഴിഞ്ഞ് ചെറുപ്പമായിരുന്നു, കോളേജ് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റേതായ ബുദ്ധിവൈകല്യം ഉണ്ടായിരുന്നു. പിന്നീട് പക്വത വന്നപ്പോൾ മനസ്സിലായി ഇവരുടെ ചിന്താഗതി ആശയമൊന്ന്, ഇവർ പെരുമാറുന്നതൊന്ന്, ഇവരുടെ രീതികളെല്ലാം പ്രത്യേകമാണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഫേസ്ബുക്കിൽ ഇവർക്കെതിരെ പോസ്റ്റ് വന്നപ്പോഴത്തേക്കും പിന്നെ തട്ടിപ്പേട് സംഖ്യയാക്കി മാറ്റി. അതാണ് ശരിക്കും സംഭവം. ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇതാണ്, എല്ലാവരും ഒന്നുപോലെയാണ്, സഖാവ് എന്നൊക്കെ വിളിക്കുമ്പോൾ എന്തോ വലിയ മുന്തിയ സാധനമാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ സഖാവ് എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ മാത്രമാണ്. നിങ്ങളുടെ ആശയത്തോട് ചേർന്ന് നിൽക്കാത്ത ആളുകൾ നിങ്ങൾ കരിങ്കാലിയെന്നും അതുപോലെ തന്നെ ബൂർഷ്വാസിയെന്നും അങ്ങനെ വിളികൾ വേറെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അവിടെ ഒരു അതറൈസേഷൻ അവിടെ നടത്തുന്നുണ്ട്. നിങ്ങളിൽ പെടാത്ത ആളുകളെ നിങ്ങൾ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് അവരെ കൊല്ലണം, അവർക്കെതിരെ ഇപ്പോൾ എന്താണ് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതി അല്ലെങ്കിൽ ഈ മുതലാളികൾക്കെതിരെ പ്രക്ഷോഭം നയിക്കണം, അവരെ റവല്യൂഷൻ നടത്തി അവർ ഇല്ലായ്മ ചെയ്യണം തന്നെയാണ് ഈ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു തുല്യത ഇല്ല, എല്ലാവരും ഒന്നുപോലെ എന്നില്ല. അപ്പൊ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ഈ പറഞ്ഞു വെക്കുന്നത്. യെസ്, അതെ, തെറ്റിദ്ധാരണ മാത്രമാണെന്നുള്ളത് പിന്നീട് അത് മനസ്സിലാക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായ ഒരു നല്ലൊരു മുഹൂർത്തം എന്നാണ് പറയാം. പിന്നീട് കുടുംബത്തിൽ പൊതുവെ ഞങ്ങൾ വരുന്നതെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് ഫാമിലിന്നാണല്ലോ. ഒരു ഞങ്ങളുടെ കാസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകളിലോട്ട് കുറച്ച് ആധിപത്യമുള്ള ഒരു കാസ്റ്റാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എല്ലാം ഫാമിലീസ് എല്ലാം അങ്ങനെയാണ്. ഞങ്ങളുടെ ഒരു തലമുറയായപ്പോഴത്തേക്ക് എന്റെ കസിൻസ് ആയാലും അവരെല്ലാം ഈ ഒരു ആശയത്തിൽ നിന്ന് മൊത്തത്തിൽ മാറി. ഈ കമ്മ്യൂണിസം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ സാധനമാണ്. ഈ വൈറ്റ് ഗിൽറ്റ് എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ഹയർ കാസ്റ്റ് ഒരു ഗിൽറ്റ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എതിരെ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും അവർ കുറച്ചും കൂടി മനുഷ്യത്തുള്ള ആളുകളാണ് എന്ന് അവർക്ക് സ്വയം ബോധ്യപ്പെടാനും അത് പറഞ്ഞ് വിശ്വസിപ്പിക്കാനും ബാക്കിയുള്ള ആളുകൾ ബോധിപ്പിക്കാനും ഒക്കെ എളുപ്പമുള്ളൊരു വഴി കമ്മ്യൂണിസ്റ്റ് ആവുക എന്നുള്ളതാണ്. ശരിയാണ്, അതാണ് അതിന്റെ ഒരു കാരണം. പണ്ടത്തെ ആളുകൾ പറയുമ്പോൾ ഇവർക്ക് ഈ സ്ഥലം പതിച്ചു കൊടുക്കാനായിട്ട് ഇവർ മുന്നിട്ട് നിന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഈ ഗ്രാൻഡ് ടൈം അവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, അവർക്ക് അതിനകത്തൊരു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു മോറൽ ഹൈ വല്ലാതെ നമുക്ക് ദർശിക്കാനാവുന്നത്. ഞങ്ങളാണ് മുന്തിയ അത് ഈ ഒരു ഉന്നത ജാതി അതിന്റെ ആ ഒരു ബോധം അവർ ഇതിനകത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര മാനവിക ബോധമുള്ള ആളുകളാണെന്നും കൂടി വരുത്തി തീർത്തിട്ട് ബാക്കിയുള്ള ആളുകൾക്കൊന്നും അതില്ല എന്നും കൂടി വന്ന് അങ്ങനെ ഒരു മോറൽ ഹൈ കൂടിയായി മാറും. അത് വളരെ ടോക്സിക് ആണത്.